ഭീഷണികളിലും സംഘർഷ സാഹചര്യങ്ങളിലും ചടുലതയോടെ മുന്നോട്ടു പോയ രാജ്യം പുതുയുഗത്തിലേക്ക് ചുവടുവെക്കാൻ ഒരുങ്ങുകയാണ്. ഇനി അങ്ങോട്ട് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ അതിനിർണായകമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ തീരുമാനങ്ങളാണ് രാജ്യത്തെ വമ്പൻ ശക്തിയാക്കി മാറ്റുന്നത്. പതിറ്റാണ്ടുകളായി നിലനിന്ന സർക്കാർ നിയന്ത്രണം അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഉടൻ തന്നെ അതിന്റെ ആണവോർജ മേഖല സ്വകാര്യ കമ്പനികൾക്ക് തുറന്നു കൊടുക്കുകയാണ്. ആത്മനിർഭർ ഭാരത് പ്രക്ഷുബ്ധതയ്ക്കുള്ള പ്രതിവിധി എന്ന വിഷയത്തിൽ 2025 ഇന്ത്യ എക്കണോമിക് ഉച്ചകോടിയിൽ സംസാരിച്ച നീതി ആയോഗിന്റെയും G20 ഷെർപ്പയുടെയും മുൻ CEO അമിതാഭ് കാന്ത് ഇന്ത്യയുടെ വളർച്ചാ കഥകൾ പുനർനിർമ്മിക്കുന്ന വ്യാപകമായ ഉദാരവൽക്കരണ നീക്കത്തിലെ ഏറ്റവും പുതിയ ചുവടുവയ്പായി ഈ നീക്കത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഹൈദരാബാദിലെ സ്കൈ റൂട്ടിന്റെ ഇൻഫിനിറ്റി ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്ത ശേഷം ന്യൂഡൽഹിയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം വ്യാഴാഴ്ച പ്രഖ്യാപിച്ചത്. നവീകരണത്തിന്റെ കുതിച്ചുചാട്ടം എന്ന് പ്രവചിച്ചുകൊണ്ട് പൊതുമേഖലയുടെ കുത്തകയായിരുന്ന ആണവ മേഖല സ്വകാര്യ മേഖലയ്ക്കായി തുറന്നുകൊടുക്കുമെന്ന് കാന്ത് സമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ആണവ വളർച്ചയുടെ ഈ മേഖലയിൽ ധാരാളം യുവ കമ്പനികളെ കാണാൻ കഴിയും. ആണവ മേഖല തുറക്കുന്നതോടെ ചെറിയ മോഡുലാർ റിയാക്ടറുകളുടെ ചാമ്പ്യനായി ഇന്ത്യ ഉയർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതേ ഫോർമുല മറ്റ് തന്ത്രപരമായ മേഖലകളിലും ഇതിനകം തന്നെ അതിശയകരമായ ഫലങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 3-4 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ബഹിരാകാശ മേഖല, ജിയോസ്പേഷ്യൽ മേഖല, ഡ്രോൺ മേഖല എന്നിവ സ്വകാര്യ പങ്കാളിത്തത്തിനായി തുറന്നു കൊടുത്തു. ഈ 3 മേഖലകൾ മാത്രം 3500-ലധികം പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് ജന്മം നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ നാടകീയമായ മാറ്റത്തിന്റെ വിശാലമായ പശ്ചാത്തലത്തിലാണ് മുൻ നീതി ആയോഗ് മേധാവി ആണവ പദ്ധതിയെ പ്രതിനിധീകരിച്ചത്. 2014 ഇന്ത്യ ഇരട്ട ബാലൻസ് ഷീറ്റ് പ്രശ്നം, കോർപ്പറേറ്റ് പുസ്തകങ്ങളിൽ വലിയ കടങ്ങൾ, ബാങ്കുകളിലെ വർദ്ധിച്ചുവരുന്ന നിഷ്ക്രിയ ആസ്തികൾ എന്നിവ നേരിടുകയായിരുന്നു. നമ്മളെ ദുർബലമായ 5 രാജ്യങ്ങളിൽ ഒന്നായി മുദ്രകുത്തി. വെറും 10 വർഷത്തിനുള്ളിൽ ദുർബലമായ 5 സമ്പദ് വ്യവസ്ഥകളിൽ നിന്ന് നമ്മൾ മികച്ച 4 സമ്പദ് വ്യവസ്ഥകളിലേക്ക് മാറി. 1.5 വർഷത്തിനുള്ളിൽ നമ്മൾ ലോകത്തിലെ മികച്ച 3 രാജ്യങ്ങളിൽ ഒന്നാകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ക്യാമ്പയിന് നേരിട്ട് നേതൃത്വം നൽകിയ കാന്ത് ഇത് സാധ്യമാക്കിയ നിയന്ത്രണങ്ങൾ നീക്കുന്നതിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങൾ ആരംഭിച്ചപ്പോൾ ലോകബാങ്ക് റാങ്കിങ്ങിൽ ഇന്ത്യ 144-ാം സ്ഥാനത്തായിരുന്നു. നിയമങ്ങളും നടപടിക്രമങ്ങളും പിൻവലിക്കാൻ പ്രധാനമന്ത്രി എന്നോട് പറഞ്ഞു. 2 വർഷത്തിനുള്ളിൽ ഞങ്ങൾ 79 സ്ഥാനങ്ങൾ കുതിച്ചുയർന്നു. ഒരു രാജ്യവും ഇത്രയും വേഗത്തിൽ നീങ്ങിയിട്ടില്ല. ഏകദേശം 1800 കാലഹരണപ്പെട്ട നിയമങ്ങൾ റദ്ദാക്കുകയും സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്യുകയും ചെയ്ത ഒരേ ഒരു രാഷ്ട്രം ഞങ്ങളാണ്. എല്ലാ ദിവസവും പ്രവർത്തനം തുടരുന്നു, അദ്ദേഹം പറഞ്ഞു. ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ അഭിലാഷത്തിന്റെ വ്യാപ്തി കാന്ത് വിശദീകരിക്കുകയും ചെയ്തു. നമ്മൾ സമ്പദ് വ്യവസ്ഥയെ $4 ട്രില്യൺ നിന്ന് $30 ട്രില്യൺ ഉയർത്തണം. അതായത് GDP 9 മടങ്ങും, ആളോഹരി വരുമാനം 8 മടങ്ങും, ഉൽപാദനം 16 മടങ്ങും വളരണം. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം ജപ്പാൻ, ദക്ഷിണ കൊറിയ, അടുത്തിടെ ചൈന എന്നീ 3 രാജ്യങ്ങൾ മാത്രമാണ് ഇതുവരെ ഇത്തരത്തിലുള്ള സുസ്ഥിരമായ കുതിപ്പ് നേടിയിട്ടുള്ളത്. 108 രാജ്യങ്ങൾ ഇപ്പോഴും ഇടത്തരം വരുമാനക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഉറച്ച ബോധ്യത്തോടെയാണ് വ്യക്തമാക്കിയത്. സ്വതന്ത്ര സംരംഭങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കാൻ അനുവദിച്ചാൽ പ്രധാനമന്ത്രിയുടെ വീക്ഷിത് ഭാരതത്തെ കുറിച്ചുള്ള ദർശനം ധീരമാണ്, നേടിയെടുക്കാൻ കഴിയും. ഇത് ഇന്ത്യയുടെ നൂറ്റാണ്ടായിരിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.